ശാന്തി. എൻ്റെ പ്രിയപ്പെട്ട സഹൃദയരായ എൻ്റെ സഹോദരരെ, എല്ലാവർക്കും ഈ ശുഭദിനത്തിലേക്ക് മംഗളം നേരുന്നു. ഞാൻ പത്മിനി വിശ്വനാഥ്. ആത്മീയതയും ജീവിത മൂല്യങ്ങളും എന്ന അധ്യായത്തിന്റെ തുടർക്കഥയിലേക്ക് തന്നെ പോവുകയാണ്. ആധ്യാത്മികത, ആദി അന്ത്യത്തിന്റെ അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഏറ്റവും വലിയൊരു മഹാഗുണമാണ് നൈസർഗികമായ ഭാവം. നൈസർഗികതയാണ് നമ്മളെ നിപുണരാക്കി മാറ്റുന്നത്. നിപുണത, കുശലത, കർമ്മകുശലത. കാരണം നമ്മളെല്ലാവരും നിപുണന്മാരായി മാറണമെങ്കിൽ നമ്മുടെ നൈസർഗികമായ കഴിവുകളിൽ നമ്മൾ പാണ്ഡിത്യം നേടണം. അതൊപ്പം തന്നെ അതിൻ്റെ അനുഭവത്തിലൂടെ, ഞാൻ അതിൻ്റെ അനുഭവിയായാലാണ് എൻ്റെതായ നൈപുണ്യത്തെ, നൈസർഗികതയെ എനിക്ക് എൻ്റെ ഒരു കലാരൂപത്തിൽ ജീവിതത്തിൽ പ്രയോഗിച്ച് മറ്റുള്ളവർക്ക് മാതൃകകളായി മാറാൻ സാധിക്കൂ. നോക്കൂ, നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും എത്ര കുശലതയോടെ, എത്ര നിപുണതയോടുകൂടി ആ നൈസർഗികമായ എൻ്റെ ഗുണങ്ങളും കൂടി അതിൽ ചേരുമ്പോഴാണ് എൻ്റെ കർമ്മത്തിൻ്റെ ഒരു വിശിഷ്ടത. കാരണം ഒരേ കാര്യം ഓരോരുത്തർ ചെയ്യുമ്പോഴും വ്യത്യസ്തമായിട്ട് മാറാനും കാരണം എന്താ? നമ്മൾ ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലെ കഴിവുകൾ നമ്മൾ അതിൽ പ്രകടിക്കുമ്പോൾ അതിൻ്റെതായ മഹാനതകൾ ഉണ്ടാവും. നമ്മൾ ഏതൊരു ചെറിയ കർമ്മമാണ് ചെയ്യുന്നതെങ്കിലും ഞാൻ അത് ചെയ്യുന്നത് ഒരു ഭാരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഭാരിച്ച്, കുഴഞ്ഞ്, ക്ഷീണിച്ച്, വിഷമിച്ച ആ കർമ്മം നിറവേറ്റും. പക്ഷേ എൻ്റെ ഉള്ളിൽ അത് ഉത്സാഹത്തോടു കൂടി ഒരു സേവനമായിട്ടാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഓരോ നിമിഷവും ഞാൻ സേവനത്തിൻ്റെ സുഖം അനുഭവിച്ചു കൊണ്ടേയിരിക്കും. സേവനം ചെയ്യുമ്പോൾ നമുക്ക് സുഖവും കിട്ടും, സേവനം ചെയ്യുമ്പോൾ നമ്മൾക്ക് ക്ഷീണം ഉണ്ടാവും. ഈ സേവനം എന്ന മനസ്സിനും അപ്പുറം എൻ്റെ യോഗ്യതയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. എൻ്റെ യോഗി ജീവിതത്തിൻ്റെ ഭാവമാണ്, അഥവാ കർമ്മയോഗിയായിട്ടാണ് ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊരു വിശിഷ്ടമായ കർമ്മമായി എന്നേക്കും അത് ഒരു സ്മാരക തുല്യം മറ്റുള്ളവരുടെ മനസ്സിൽ പോലും പതിച്ചിരിക്കും. കാരണം എൻ്റെ ഉള്ളിലെ അനുഭവത്തിന്റെ തലത്തിലൂടെ എന്നെ യോഗ്യതയാക്കി. അതിന് നമ്മൾ പറയും സാധാരണ ഭാഷയിൽ, ഞാനത് എക്സ്പെർട്ടായി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു കർമ്മം എൻ്റെ മുന്നിൽ വളരെ നിഷ്പ്രഭമായി ചെയ്യാൻ സാധിക്കും. അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സന്തോഷം ഒരിക്കലും എൻ്റെ ദേഹബോധത്തിന്റെ ആധാരത്തിലാവില്ല. കാരണം എൻ്റെ ഉള്ളിലെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം എന്ന തോതിലേക്ക് നമ്മൾ ഓരോ അവസരങ്ങളും മാറ്റിയെടുക്കുകയാണെങ്കിൽ, ഓരോ അവസരങ്ങളും ഓരോ സമയങ്ങളും നമ്മൾക്ക് സന്തോഷം തന്നുകൊണ്ടിരിക്കും, മഹാനത തന്നുകൊണ്ടിരിക്കും, വിശിഷ്ടത തന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിലെ ദിവ്യമായ പ്രഭാവം എന്നെ പറയുമ്പോൾ നോക്കൂ, ആ പ്രഭ എല്ലായിടത്തും നിറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ വിട്ടതൊന്നും എനിക്ക് നിലനിർത്താൻ ഞാൻ പ്രയത്നിക്കേ വേണ്ടി വരില്ല. അതെല്ലാവരുടെ ഉള്ളിലേക്കും ആ പ്രഭാവത്തിന്റെ ശക്തി കിട്ടിക്കൊണ്ടേയിരിക്കും. അതും ഞാൻ നോക്കൂ, അത് എല്ലാവരും ചെയ്യുന്നത് കർമ്മമാണ്. കാരണം മനുഷ്യൻ എപ്പോഴാണോ ഈ ഭൂമിയിൽ വന്നത്, അവര് അവസാനം വരെയും കർമ്മനിരതമായി ജീവിച്ച് അവസാനിപ്പിക്കുമ്പോഴേയാണ് അതൊരു ജീവിതമാവും. ആ ജീവിതത്തിന് ഈ ഒരു തരത്തിൽ നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ നമ്മുടെ ഉള്ളില് ആത്മീയതയുടെ മഹത്വത്തെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ
മനസ്സിലാക്കി തരാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ ശരീരത്തിനെ നമുക്ക് സദുപയോഗം ചെയ്യണോ ദുരുപയോഗം ചെയ്യണോ? എൻ്റെ സൂക്ഷ്മ ശക്തികളെ ഞാൻ സദുപയോഗം ചെയ്യണോ ദുരുപയോഗം ചെയ്യണോ? എൻ്റെ കർമ്മേന്ദ്രിയങ്ങളെ ഞാൻ സദുപയോഗം ചെയ്യണോ ദുരുപയോഗം ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാൻ എന്ന വ്യക്തി, ഞാൻ എൻ്റെ വ്യക്തിത്വം. ആ വ്യക്തിത്വം എവിടുന്നാ എനിക്ക് ഉണർവ് വരുന്നത്? ഞാൻ എന്ന ജീവസ്രോതസ്സിന്റെ പൂർണ്ണത, അതാണ് വ്യക്തിത്വം. എനിക്ക് ആ വ്യക്തിത്വത്തെ എനിക്ക് ഓർമ്മ വരുമ്പോൾ, ഞാൻ ആരാണെന്ന് ഓർമ്മ വരുമ്പോൾ ഞാൻ ശരിക്കും വ്യക്തമായി വരികയാണ്. കാരണം വ്യക്തിത്വം എന്നെ വ്യക്തതയിലേക്ക് കൂടുന്നു. പക്ഷെ അവ്യക്തമായി കിടക്കുന്ന ആത്മബോധമാണ് വ്യക്തതയിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം ആത്മാവ് എപ്പോഴും എങ്ങനെയാണ്? ഗുണമൂർത്തിയായിട്ടാണ് മാറേണ്ടത്. ഗുണങ്ങളായിരിക്കണം എൻ്റെ സ്വതസിദ്ധമായ സ്വഭാവം, സ്വാഭിമാനം. ദേഹാഭിമാനത്തിൽ നിന്നും സ്വാഭിമാനത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ആത്മീയ കല നമ്മൾക്ക് പ്രാവർത്തികമാക്കാൻ വേണം. ആത്മീയത, ആത്മാവിൻ്റെ ഗുണങ്ങളാണ് ഞാൻ പ്രദർശിപ്പിക്കുന്നത്, ഞാൻ ആചരിക്കുന്നത്, ഞാൻ മറ്റുള്ളവരിലേക്ക് പകരുന്നത് എന്ന സുബോധം എനിക്കുണ്ടെങ്കിൽ അത് വളരെ നിഷ്പ്രഭമായിട്ട് എനിക്ക് പ്രാപ്തിയിലേക്ക്, യോഗ്യതയിലേക്കും എന്നെ കൊണ്ടുപോവാൻ ആ ഏറ്റവും ഉയർന്ന ആ ആത്മപിതാവായ ഭഗവാന്റെ, ദൈവത്തിൻ്റെ ശക്തി കൂടി എനിക്ക് ഉപയോഗിക്കാൻ വരും. അതാണ് സത്യത്തില് കർമ്മയോഗി. കർമ്മയോഗിയായൊരു ജീവിതമാണ് സത്യത്തിൽ നമ്മളെ യോഗ്യരാക്കി മാറ്റുക. യോഗ്യത നമ്മളെ എപ്പോഴും എന്ത് ചെയ്യും? ദിവ്യമായ ഒരു പ്രഭാവത്തിലേക്ക് കൊണ്ടുപോരും. ഞാൻ ഒരു പ്രഭാപൂരിതമായ ഒരു സൂക്ഷ്മ ശരീരത്തോടു കൂടി ഞാൻ ഈശ്വരന്റെ ഓർമ്മയിൽ ഒരു നിമിത്ത ബോധത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നതും എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു കാര്യമായി മാറിക്കൊണ്ടേയിരിക്കും. ഞാൻ ഒരു വീട്ടിലെ തൂപ്പുപണിക്കാരിയാണ് എന്നിരുന്നാലും ഞാൻ ചെയ്യുന്ന ആ ദിവ്യമായ കർത്തവ്യം അനേകരെ ശുദ്ധതയുടെ സ്വരൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കും. വൃത്തിയായ ഒരു സ്ഥലത്ത് ആരെത്തുന്നുവോ ആ വൃത്തിയെ സ്നേഹിക്കാത്തവരായിട്ട് ആരുമില്ല. ആരാണോ വ്യക്തത്തിൽ അവിടെ ചെയ്തത് എന്ന് പോലും ആലോചിക്കാതെ വളരെ ശുചിത്വമായൊരു മുറിയിലേക്ക് നമ്മൾ കയറി വരുമ്പോ 1000 ആശീർവാദങ്ങള് അത് ശുചിയാക്കിയ ആൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അതാണ്, എത്ര വൃത്തികെട്ട സ്ഥലമാണോ നമ്മൾ ശുചിയാക്കി എടുത്തത് അത്രയും നമ്മൾക്ക് ആശീർവാദങ്ങൾ നിറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം ഓരോ കർമ്മങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് ആശീർവാദങ്ങളാണ് കൊണ്ടുവന്ന് നിറയ്ക്കേണ്ടത്. ഈ ആശീർവാദങ്ങളാണ് നമുക്ക് ശക്തിയായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ കർമ്മത്തിന് പിൻബലമായിട്ട് ആയിത്തീരേണ്ടത്. അതുപോലെ ഒരു വലിയൊരു ഓഫീസറായിട്ട് ഒരു ഓഫീസിൽ ഇരിക്കുമ്പോഴും ഞാൻ എൻ്റെ സ്ഥിതിയുടെ, മനോഭാവത്തിന്റെ, കർമ്മനിരതയുടെ, എൻ്റെ നൈപുണ്യത്തിന്റെ മഹാനത ഞാൻ പ്രദർശിക്കണമെങ്കിൽ എൻ്റെ ആത്മബോധവും അതിനനുസരിച്ച് വളർത്തി ഞാൻ എന്തിനാണോ ഈ പദത്തിൽ ഇരിക്കുന്നത് അതിൻ്റെ മാക്സിമം ഉപയോഗം, മാക്സിമം സേവനം മറ്റുള്ളവർക്ക് എങ്ങനെ അത് പ്രാബല്യമാവും, പ്രാപ്തിയിലേക്ക് എത്തും എന്നുകൂടി ഓർത്തിട്ടാണ് ഞാൻ ഓരോ കർമ്മവും ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം അവരിലേക്ക് എത്തുന്നത് പ്രാപ്തികളിലേക്ക് തന്നെ ആയിരിക്കും. അഥവാ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം ഒരു ജോലി, ഭാരിച്ച ഒരു ജോലിയായിട്ട് തൻ്റെ ശമ്പളത്തിനെ ഓർത്തിട്ടാണ് ഞാൻ എൻ്റെ ദിവസത്തെ കർമ്മങ്ങൾ ചെയ്യുന്നതെങ്കിൽ എനിക്ക് മാസ ശമ്പളം കിട്ടും. പക്ഷെ ഒരു തരത്തിലും ഞാൻ ചെയ്തത് മറ്റുള്ളവർക്ക് പ്രാപ്തികളിലേക്ക് എത്തില്ല, മറ്റുള്ളവർക്ക് നന്മകളിലേക്ക് എത്തില്ല, മറ്റുള്ളവർക്ക് സുഖമായിട്ടുള്ള ഒരു ബെനിഫിറ്റ് നമ്മൾക്ക് അതിന്ന് കൊടുക്കാൻ സാധിക്കാതെ വരുമ്പോൾ നമ്മൾ ആരായിട്ട് എന്താണ്, ഏത് പദവിയിൽ ഇരുന്നിട്ട് എന്താ, എൻ്റെ ഉള്ളിലേതായ ആ മാർഗദർശനം തന്നെയാണ് മറ്റുള്ളവർക്ക് കിട്ടുന്നത്. കാരണം ഞാൻ ഏത് മാർഗ കൊടുത്തത്? ഞാൻ ജീവിക്കുന്നത് എനിക്ക് ജീവിത മാർഗത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളൊരു ഓർമ്മയിലാണെങ്കിൽ
മാർഗമുണ്ടാവും, പക്ഷെ പ്രാപ്തി ഉണ്ടാവില്ല. പക്ഷെ ഏറ്റവും എനിക്ക് മനസ്സിലാക്കാൻ തോന്നിയത്, ഏറ്റവും ഉയർന്ന പദത്തിലേക്ക് ആരാണോ ഉയർന്നു പോകുന്നത് അവരായിരിക്കണം പൂർണ്ണമായും കർമ്മയോഗികളായിട്ട്, കലാപരമായിട്ട് തൻ്റെ കർമ്മങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ എത്ര വലിയൊരു പ്രാപ്തിയാണ് അനേകർക്ക് കിട്ടുന്നത്. ഏറ്റവും ഉയർന്ന തലത്തിൽ നിന്ന് പോകുമ്പോൾ അനേക ആൾക്കാർക്ക് ഗുണങ്ങള് കൊടുക്കേണ്ട ഒരു പദവിയായിട്ട് ഇരിക്കുന്ന ആ സ്ഥലത്ത് നിന്ന് എന്ത് നന്മകളാണോ നമ്മൾ ഓർഡറായിട്ടായിരിക്കാം, ആദേശങ്ങളായിട്ട്, നിർദ്ദേശങ്ങളായിട്ട്, ഗൈഡൻസുകളായിട്ടായിരിക്കാം നമ്മൾ ഓരോ എഴുത്തുകളിലൂടെയും അല്ലെങ്കിൽ ഓരോ നിർദ്ദേശങ്ങളും അവർക്ക് വാക്കുകളിലൂടെ കൊടുക്കുകയാണെങ്കിലും ആ ഒരു പദത്തിലിരിക്കുന്ന ആള് മറ്റുള്ളവർക്ക് ശക്തി കൊടുത്തുകൊണ്ടിരിക്കണം. എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഉന്നമനമാണ് ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ എൻ്റെ ഉന്നമനവും നടക്കും, മറ്റുള്ളവരുടെ ഉന്നമനവും നടന്നുകൊണ്ടേയിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരുടെ ഉള്ളിലും ഒരു നന്മയുണ്ട്. നന്മയാണ് സുഖത്തിന് ആധാരം. നമ്മൾ എല്ലാവരും നന്മയുള്ള ജീവിതം, നന്മയുള്ള ഭാരതം, നന്മയുള്ള കേരളം, നന്മയുള്ള കുടുംബ ജീവിതം, നന്മയുള്ള എൻ്റെ ഭാവിയെക്കുറിച്ച് നമ്മൾ ഓർമ്മിക്കാറില്ലേ? ആ ഓരോ നിമിഷങ്ങളും നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു? വെറുതെ ഇരുന്ന് മലസരായിട്ട് നമുക്ക് ഉപയോഗിച്ച് കളയാം. കാരണം എൻ്റെ ജീവിതത്തിന് മാർഗം കിട്ടിയിട്ടുണ്ട്, ഞാൻ ജീവിക്കാൻ എനിക്ക് കിട്ടി, സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അലസമായി ഇരുന്നാൽ മതി എന്നുണ്ടെങ്കിലോ എൻ്റെ മാനസികാരോഗ്യവും ശരീരാരോഗ്യവും എൻ്റെതായ എല്ലാ യോഗ്യതകളും ഒരു ഡിമിനിഷിങ് ലെവലിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. എൻ്റെ എനർജികളെല്ലാം പോയി ഞാൻ എന്തായിരിക്കും? എൻ്റെ ജീവിതം എത്ര ചെറുപ്പമാണെങ്കിലും ഏത് പ്രായമാണെങ്കിലും എനിക്ക് എന്തായിരിക്കും? ഭാരിച്ചിട്ടുള്ള ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ഥിതി. കാരണം വയസ്സ് എന്ന് പറയുന്നത് എന്താണ് സത്യത്തില്? എൻ്റെതായ ഭാരം. കാരണം ജീവിതം മുഴുവൻ ഭാരമായപ്പോഴാണ് നമ്മൾ വയസ്സനായി തോന്നുന്നത്. ജീവിതം മുഴുവൻ ഒരു സുഗമമായ വഴിയിലൂടെ പോയിക്കൊണ്ടേയിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും യുവാക്കളാണ്. നമ്മൾ എത്ര പേരും മറ്റുള്ളവരുടെ ആദർശങ്ങളെ കൂടി ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് നല്ലതിനെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ എപ്പോഴും നമ്മൾ പറയും, പല സ്ഥലത്തും നമ്മളൊരു ബാലകനാവണം, പല സ്ഥലത്തും നമ്മളൊരു ടീച്ചറുമാവണം, പല സ്ഥലത്തും നമ്മുടെ യോഗ്യത നേടുന്നത് മറ്റനേക മനസ്സുകളെ ഒരുമിപ്പിച്ച്, മറ്റനേക മനസ്സുകളുടെ നന്മകളെ ഒരുമിപ്പിച്ച് ഏകതയിലേക്ക് കൊണ്ടുവന്ന് ആ ഏകതാഭാവത്തോടു കൂടി ആരാണോ നിമിത്തമായവര് അവരുടെ ഡയറക്ഷൻസ് കിട്ടുന്നപ്പോ ആർക്കും, കേട്ടവർക്കും കണ്ടവർക്കും അതില് യോജിച്ചവർക്ക് ഒരുമിച്ചിരുന്നവർക്കെല്ലാം യോഗ്യപ്രാപ്തിയിലേക്കായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോ യോഗങ്ങളും, നമ്മൾ എപ്പോഴും എന്താ പറയുക, ഭഗവാനോട് യോഗം വെക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പറയുന്ന രാജയോഗം. പക്ഷെ നമ്മൾ ഓരോരുത്തരും ഏതൊരു കാര്യം കൊണ്ട് നടപ്പാക്കി വരുമ്പോഴും അതിൻ്റെ മുന്നിലൊരു യോഗം, ഒരു മീറ്റിംഗ്. സത്യത്തിൽ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും കണ്ടുമുട്ടലല്ല, അവിടെ ഒരു യോഗമാണ്. യോഗം എന്ന് പറയുന്ന അനേകരുടെ കഴിവുകൾ നമ്മൾ ഒന്നിപ്പിക്കുക. എന്നിട്ട് ആരാണോ ഒരു നിമിത്തമായ ഒരു ലെവലിൽ ഇരിക്കുന്നത് ആ യോഗത്തിന്റെ ആകത്തുകയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഏത് മാർഗമാണോ ഞാൻ ഉപയോഗിക്കേണ്ടത് ആ മാർഗതലത്തിലൂടെ അനേകർക്ക്, സത്യത്തിൽ പറയണം വിശ്വത്തിലെ എല്ലാവർക്കും വിശ്വമംഗളകാരി കർമ്മം എന്ന് നമുക്ക് പറയാം. ആ വിശ്വമംഗളകാരി കർമ്മത്തിന് നമ്മൾ നിമിത്തമാവണമെങ്കിൽ ആദ്യം ഞാനും ആ ഈശ്വരനുമായിട്ടുള്ള ഒരു യോഗം എനിക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. ആദ്യം എൻ്റെ ഒരു പ്രഭാതം തുടങ്ങുന്നത് തന്നെ ഭഗവാനോടുള്ള ഒരു യോഗത്തോട് കൂടിയാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ എൻ്റെ അന്ന് ഞാൻ എന്തെല്ലാം കർമ്മങ്ങളാണോ ചെയ്യാൻ ആ ഒരു ധാരണ എൻ്റെ ഉള്ളിലേക്ക് വരുന്നതോടുകൂടി അതിനു വേണ്ട നിപുണത, നൈപുണ്യം, എൻ്റെതായ ആത്മാവിൽ നിന്ന് എനിക്കുള്ള ഒരു സ്കിൽസ്, എൻ്റെ കഴിവുകൾ, എത്രയോ കാലങ്ങളായി ഞാൻ ചെയ്തു പോകുന്ന ഒരു കാര്യം തന്നെയാണ് ചെയ്യുന്നത് എന്ന അത്ര തരത്തിലുള്ള ഒരു എളുപ്പം തോന്നും. കാരണം ഞാൻ
എക്സ്പേർട്ടായിട്ട് തോന്നും. കാരണം പലതവണ നമ്മൾ ആവർത്തിച്ച് ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സ്പേർട്ട് ആവണത്. പക്ഷെ നമ്മൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യം തന്നെ എൻ്റെ ഉള്ളിലെ നിർഗ്ഗളമായ നൈസർഗികമായ കഴിവുകളാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. അതിനുള്ള ശക്തികളും ഗുണങ്ങളാണ് ഞാൻ യോഗത്തിലൂടെ, ഈശ്വരീയ യോഗത്തിലൂടെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു രാജകീയ ഭാവത്തോടു കൂടി, കാരണം എൻ്റെ മഹാനതയാണ് എൻ്റെ രാജകീയ ഭാവ. ഒരു രാജകീയ ഭാവത്തോടു കൂടി കൊടുക്കുമ്പോൾ സർവത്ര എല്ലാവർക്കും സമമായി കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു ഭാവനയിലൂടെയാണ് നമ്മുടെ ഓരോ സുദിനങ്ങളും തുടങ്ങുന്നതെങ്കിൽ ഏറ്റവും ഫലപ്രാപ്തിയുള്ള ഒരു ദിവസമായിരിക്കും. ആ ഫലപ്രാപ്തിയുടെ ആശീർവാദങ്ങളിലൂടെ ആയിരിക്കും നമ്മുടെ ദിനം അവസാനിക്കുന്നതും. നമ്മുടെ ദിനത്തിന്റെ അന്ത്യത്തിൽ എന്തെല്ലാം ഞാൻ ചെയ്തു എന്നൊരു വിശകലനം ചെയ്ത് എൻ്റെ മനസ്സിന്റെ ഉള്ളില് ഞാൻ ചെയ്ത നന്മകളും എൻ്റെ കുറവുകളെയും എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് ഞാൻ ആ ഈശ്വരീയ എൻ്റെ ദൈവത്തിന്റെ മുന്നില് ഞാൻ അത് സമർപ്പിച്ച് സമ്പൂർണമായ ഒരു സമർപ്പണം വെച്ച് ഒരു വിശകലന മനോഭാവത്തിനനുസരിച്ച് ഒരു തീരുമാനം, നാളെ ഞാൻ എന്താവണം, എന്ത് ചെയ്യണം എന്ന് ആ ഒരു യോഗസ്ഥിതിയില് അവതരിപ്പിച്ചാണ് ഞാൻ എൻ്റെ യോഗ നിദ്ര പോലെ ചെയ്യുന്നതെങ്കിൽ എനിക്ക് തീർച്ചയായും എൻ്റെ രാവിലത്തെ ഉണർച്ച ഏറ്റവും അമൃതവേളയിലായിരിക്കും. ഒരു ദിനത്തിന്റെ ഏറ്റവും വലിയ അമൃതവേള, അതായത് ഭഗവാന്റെ മുന്നിൽ നമുക്ക് കിട്ടുന്ന അപ്പോയിന്റ്മെന്റ് കിട്ടുന്ന ഒരു സമയം, വിളിക്കാതെ തന്നെ ദൈവം ഉണർന്നിരുന്ന് നമ്മളിൽ നിന്ന് കേൾക്കുന്ന സമയം, അഥവാ നമ്മളെ പ്രാപ്തികളിലേക്ക് എത്തിപ്പിക്കുന്ന ഗുണമൂല്യങ്ങൾ നമ്മളുടെ ഉള്ളിൽ നിറച്ചു തരുന്ന സമയം, നമുക്ക് അനേക ആശീർവാദങ്ങൾ തരുന്ന സമയം, അനേക വരദാനങ്ങൾ തരുന്ന വരദാനി സമയമാണ് രാവിലെ പ്രഭാതം 3 മണിക്കും 5 മണിക്കും ഇടയിലുള്ള ഒരു സമയം. അപ്പൊ ആദ്യത്തെ നമ്മുടെ യോഗം ആ സമയത്ത് ഈശ്വരനോടാണ് നമ്മൾ സംവേദിക്കുന്നതെങ്കിൽ, മനസ്സുകൊണ്ട് സംവേദിക്കുന്നതെങ്കിൽ ആ മഹാശക്തി നമുക്ക് നിർദ്ദേശങ്ങളും അതിനുള്ള നൈപുണ്യങ്ങളും നൈസർഗികമായ കഴിവുകളും തന്ന്, പിന്നെ എൻ്റെ ശുഭസങ്കല്പത്തിലൂടെ ഞാൻ എന്തെല്ലാമാണോ ചെയ്യേണ്ടത് അത് ഞാൻ എൻ്റെതായ ഒരു വിഷ്വലൈസേഷൻ, അനേകരുടെ മുന്നിൽ ഞാൻ ചെയ്യുന്നത്, ഞാൻ പ്രദർശിപ്പിക്കുന്നത് അതൊരു കല പോലെ ആവിഷ്കാരമായി മാറട്ടെ. കാരണം കല ഒരു ആവിഷ്കാരമാണ്. ഞാൻ എന്ത് ചെയ്യുമ്പോഴും അതൊരു ആവിഷ്കാരമായിട്ട് നിലനിൽക്കുന്നതാവട്ടെ. എല്ലാവരുടെ മനസ്സിനും അത് സുഖം നൽകുന്നതിനോടൊപ്പം പരമമായൊരു സുഖം എൻ്റെ ഉള്ളിലേക്കും കിട്ടുമെന്നൊരു തിരിച്ചറിവ് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഓരോ ദിവസത്തെ ഉണർവും എത്ര ശുദ്ധിപൂർവം, എത്ര സത്യതാഭാവത്തോടു കൂടി, ഏറ്റവും ഉണർവോടുകൂടി ഉണർന്നെഴുന്നേറ്റ് ഓരോരുത്തർക്കും നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ദൃഷ്ടി ദിവ്യ ദൃഷ്ടിയായിരിക്കണം. അതായത് ആത്മാവ് അതായത് എൻ്റെ ഉള്ളിലത്തെ ആത്മസ്വരൂപം അടുത്ത ശരീരത്തിലിരിക്കുന്ന ആത്മസ്വരൂപത്തെ കാണുകയാണ് എന്നുള്ള യോഗം. മറ്റുള്ളവരോടായിട്ട് നമ്മൾ യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരെ കാണുമ്പോഴും ആദ്യം ഈ ശരീരത്തിലിരിക്കുന്ന ഈ നേത്രങ്ങളിലൂടെ അല്ലാതെ തന്നെ ദിവ്യ നേത്രത്തിലൂടെ നമ്മൾ മറ്റുള്ളവരെ കാണുന്നത് ആദ്യം ഭഗവാനെയാണ്, പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരെയാണ്. വീട്ടിൽ നിന്നാണല്ലോ ഉണരുണ്ടാവുക. വീട്ടിലുള്ളവരെല്ലാവരെയും നമ്മൾ കണ്ട് എത്ര ശുഭസങ്കല്പങ്ങളാണ് എൻ്റെ ഉള്ളിൽ ഞാൻ രചിച്ചത് അത് അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക, അത് കൺവേ ചെയ്തുകൊണ്ടേയിരിക്കുക. അന്നത്തെ സുപ്രഭാതത്തിൽ എന്നെ കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു ഫലപ്രാപ്തി കിട്ടിയത്. അവർക്ക് നമ്മളാണ് 3 മണി മുതൽ 5 മണി വരെ ഇരുന്ന് ദിവ്യമായ യോഗം ചെയ്തത് എങ്കിലും അവർക്കും ഉണർന്നെഴുന്നേൽക്കുമ്പോൾ വളരെ ഉണർവുണ്ടാവും. അഥവാ പ്രഭാതത്തിൽ കിടന്നുറങ്ങുന്ന കുട്ടികളെ നമ്മൾ അങ്ങനെ ആ ദിവ്യമായ സ്വരൂപത്തിന്റെ സമാനത്തിലായിരിക്കണം അവരെ വിളിച്ചുണർത്തേണ്ടത്. നമ്മളുടെ ഒരു കരസ്പർശം തന്നെ
ആ ഒരു ചൈതന്യത്തിന്റെ ഒരു പ്രകാശം അവരിലേക്കും കൊടുത്ത് അവരെ ഒന്ന് തലോടി ഉണർത്തുമ്പോൾ അവരുടെ മുഖവും വിടർന്നതായിരിക്കും. ഒരു ബാല്യത്തെ നമ്മൾ വളർത്തിയുണ്ടാക്കുന്നത് അവരെ താലോലിച്ചിട്ടാവണമെന്ന് നമ്മൾ പറയാറില്ലേ? നമ്മൾ എപ്പോഴും ഒരു അമ്മയുടെ മനോഭാവം അഥവാ പിതാവിന്റെ മനോഭാവത്തോടു കൂടി ഒരു കൈ തലോടൽ കിട്ടിയിട്ട് ഒരു കുഞ്ഞ് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ എന്തൊരു ഊഷ്മളതയായിരിക്കും. നമ്മൾ കൊടുക്കുന്നതും ആ കുട്ടിയുടെ ഉള്ളിലിരിക്കുന്ന ദിവ്യ ശക്തിയെ ഞാൻ നോക്കി ഉണർത്തി അവർക്ക് കൊടുക്കുന്ന സന്തോഷമായിരിക്കും ആ കുട്ടിയെ ആ ദിവസത്തെ സുഖമായ ഒരു അവസ്ഥയിലൂടെ മുന്നേറാൻ. ചിലപ്പോൾ പഠിക്കാനായിരിക്കാം, ചിലപ്പോൾ കളിക്കാനായിരിക്കാം. പക്ഷെ എന്തിനു കുട്ടി ഇറങ്ങുമ്പോഴും ഒരു വികൃതികളുമില്ലാതെ സുകൃതങ്ങളായിട്ടുള്ള കൃതികളായിരിക്കും അവരിൽ നിന്നും വരിക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ആരൊക്കെയുണ്ടോ നമുക്ക് തൊട്ട് തലോടാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ കൂടെ മനസ്സുകൊണ്ട് അവർക്ക് ഒരു തലോടൽ കൊടുത്ത് അവരെ ഉണർത്താനുള്ള നമ്മുടെ മധുരമായ വാക്കുകൾ കൊടുത്ത് അവരുണരുമ്പോൾ നമ്മുടേതായ ഒരു ദിവ്യം, നമ്മൾ എന്തുകൊണ്ടാ നോക്കണമെന്ന് അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മുടെ ഭാവന ഞാൻ ആ ദിവ്യ നേത്രത്തിലേക്ക്, ആ അവരുടെ ഉള്ളിലെ ദിവ്യ നക്ഷത്രത്തെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന മനോഭാവത്തോടു കൂടി അവരെ ഉണർത്തു. അവരും സുഹൃതത്തിലേക്ക്, അവരുടെ കൃതികളും അവരുടെ കർമ്മങ്ങളും അന്നത്തെ ദിവസം ശുഭങ്ങളായി മാറട്ടെ. അവർക്കും ഒരു ശുഭദിനം ഞാൻ നേരട്ടെ. അവരെയും ശുഭമായ ഒരു അവസ്ഥയിലേക്ക്, യോഗ്യമായ ഒരു സ്ഥിതിയിലേക്ക്, അവരേത് തലത്തിലെ മനോതലത്തിലാണോ നിൽക്കുന്നത് അതുപോലെയുള്ള ഒരു തലത്തിലേക്ക്, പോസിറ്റീവായിട്ടുള്ള ഒരു സുഖത്തിലേക്ക് അവരെയും നമ്മൾ കൊണ്ടുപോയാൽ അവരൊരിക്കലും ദുഷ്പ്രവർത്തികളിലേക്ക് പോവില്ല. അത് നമ്മുടെ മാതാപിതാക്കളാവട്ടെ, അവരെ ഗുരു വന്ദിക്കുന്ന പോലെ അവരെയും ഉണർത്തി അവർക്കൊരു സ്പർശനം കൊടുത്ത് അവരുടേന്നൊരു ആശീർവാദം കൂടി മേടിക്കുന്ന പോലെയാണ് അവരെ ഉണർത്തി നമ്മൾ എഴുന്നേൽപ്പിക്കുന്നതെങ്കിൽ അന്നത്തെ ദിവസവും അവർക്കും ആരോഗ്യമുള്ളതായിരിക്കും. മനസ്സിനും ശരീരത്തിനും അവരെ ആരോഗ്യമാക്കി തീർക്കുക എന്നുള്ളതും നമ്മുടെ ഒരു കർത്തവ്യമാണ്. കാരണം പ്രായം കൂടിയവരെ ഉണർത്തുമ്പോഴും നമ്മുടെ കൈകളിലൂടെ ഒരു തലോടല് അവർക്ക് കൊടുത്തെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു സുഖം, ഒരു പക്ഷെ നമ്മൾ മറ്റുള്ളവർക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ നമ്മൾ പഠിക്കാറുണ്ടല്ലോ. ആ നമ്മുടെ സുഹൃത്തുക്കളോട് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ നമ്മുടെ കൈകളിലൂടെ പകരുന്നത് എന്തായിരിക്കണം? ദിവ്യമായ സ്പർശനത്തിന്റെ സുഖം, ദിവ്യമായ എൻ്റെ ഗുണപ്രാപ്തികളുടെ കൊടുക്കലായിരിക്കണം. അതാണ് കൊടുക്കലും വാങ്ങലും. നമ്മൾ കൊടുക്കുമ്പോൾ വാങ്ങലും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത്രയും ഒരു ദിവ്യ ഭാവത്തോടു കൂടിയേ മാത്രമേ കൊടുക്കാവൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനത് വാങ്ങാൻ ആഗ്രഹിക്കുന്നില്ല, കൊടുക്കാൻ മാത്രമേ ഉള്ളൂ എങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൈകൾ രണ്ടും കൂപ്പി അവരെ ഒരു വന്ദനത്തോടു കൂടി കൊടുക്കാം. കാരണം ഞാൻ എൻ്റെ ദിവ്യമായ സ്വരൂപത്തിൽ നിന്ന് ഞാൻ നിങ്ങളുടെ ഉള്ളിലെ ആ ദിവ്യതയെ കണ്ട് ഞാൻ വന്ദിക്കുന്നു. അവർക്ക് പോലും ആ വന്ദനാ മനോഭാവം അവരുടെ ഉള്ളിൽ നിറഞ്ഞു വരും. വന്ദനം എന്ന് പറയുമ്പോൾ തന്നെ എന്താ? വന്ദിക്കുന്നത് ആരെയാ? സത്യത്തിൽ ഒരു ശരീരത്തിനെയല്ല, ആ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ദൈവികമായ ആത്മസ്വരൂപത്തെയാണ് ഞാൻ വന്ദിക്കുന്നത്. അതാണ് ഭാരത സംസ്കാരത്തിന്റെ സവിശേഷത. നമ്മൾ ഒരിക്കലും കൈകളിലൂടെ കൊടുത്ത് ഞാൻ നിങ്ങൾക്ക് കൂട്ടാവാം എന്നതിന് കൂടുതൽ ഞാൻ നിങ്ങളുടെ ഉള്ളിലത്തെ സ്വരൂപത്തെ വന്ദിക്കുന്നു. നമസ്തേ എന്ന് പറയുന്നു, നമസ്കാരം എന്ന് പറയുന്നു. ആരെന്തോ ഏതൊരു ശരീരത്തിലൂടെയാണോ, അത് പ്രായത്തിന് എത്ര വ്യത്യാസമുള്ളവരാണോ, ഉയർന്നവരാണോ താഴ്ന്നവരാണോ എന്നൊന്നും ചിന്തിക്കാതെ നമ്മൾ നമ്മുടെ മഹാനതയാണ് നമ്മൾ കൈകൂപ്പി വന്ദിക്കുന്നത്. നമ്മുടെ ഈ ഭാരത സംസ്കാരമാണ് നമ്മുടെ ഈ മഹാമാരി നിറഞ്ഞ ഈ കൊറോണ കാലത്തും മറ്റുള്ളവർക്ക് പോലും മാർഗദർശനം കൊടുക്കുകയാണ് ഭാരതത്തിന്റെ വന്ദനാ മനോഭാവം. നമ്മൾ വന്ദിച്ച് മറ്റുള്ളവരെ ഉയർത്തിയെടുക്കൂ. ഒരിക്കലും നിന്ദിക്കരുത്. നിന്ന എന്നെ പ്രതി ഞാൻ നിന്ദിക്കുന്ന പോലെ ആയിരിക്കും. കാരണം ഇന്ന് എനിക്കുണ്ടാക്കുന്ന മഹാനതയാണ് എൻ്റെ നിന്ദ കൊണ്ട്. ഞാൻ മറ്റുള്ളവരെ കുറിച്ചാണ് നിന്ദാരൂപത്തിൽ ചിന്തിച്ചത്, പറഞ്ഞില്ല, പക്ഷെ നിന്ദാരൂപത്തിൽ ഞാൻ ചിന്തിച്ചതെങ്കിൽ എനിക്ക് എന്നോട് നിന്ദിച്ച പോലെ ആയിരിക്കും.
എന്നോട് എനിക്ക് എത്രത്തോളം ആദരവ് തോന്നണം, ആ ആദരവാണ് എന്നെ എൻ്റെ മഹാനതയിലേക്ക് എത്തുന്നത്, മഹാതത്വത്തിലേക്ക് എന്നെ ആകർഷിക്കപ്പെടുന്നതും എൻ്റെതായ ഈ മഹാനതകളാണ്, എൻ്റെതായ ഈ നമിക്കലാണ്. ഈശ്വരന്റെ മുന്നിൽ നമിക്കാൻ പഠിപ്പിക്കുന്നതാണ് സത്യത്തില് നമ്മുടെ ഹിന്ദു ആചാരത്തില് വിഘ്നേശ്വരന്റെ മുന്നിൽ പോയി നമ്മൾ തല കുനിക്കുന്നത്, ഏത്തമിടുന്നത്. എത്ര നമ്മുടെ ഉള്ളിലെ സമർപ്പണ ഭാവം, അതാണ് നോക്കൂ വന്ദനം. ആ വന്ദിക്കുമ്പോ ആ വിഘ്നേശ്വരൻ കാണിക്കുകയാണ് ആ പരമമായ ചൈതന്യത്തെ, പരമേശ്വരനെ. കാരണം എൻ്റെ അച്ഛനാണ് പരമേശ്വരൻ, നിങ്ങളുടെയും അച്ഛനാണ്. അവിടെ മുന്നിലിരുന്നോളൂ. ആ പാർവതി പരമേശ്വരനായി മാതാപിതാ തുല്യമുള്ള ആ ശക്തിയെ പ്രണമിച്ചോളൂ. നിങ്ങൾക്കുള്ളില് നൈസർഗികമായ ശക്തികൾ നിറച്ചു തരും. എനിക്ക് എന്തേ കാണിച്ചു തരാൻ പറ്റൂ? നിങ്ങളുടെ വിഘ്നങ്ങളെ പുറത്തു കളയാൻ നിങ്ങൾ എന്തായിരിക്കും? നിങ്ങളുടെ ഉള്ളിലെ ദേഹാഭിമാനത്തെ നിങ്ങൾ സമർപ്പിക്കൂ. ഈ സമർപ്പണ മനോഭാവമാണ് നമ്മൾ ദേവക്ഷേത്രത്തില്, ദേവസ്ഥിതിയിൽ, ദേവസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാവേണ്ടത്. നമ്മുടെ ഉള്ളിലെ എല്ലാ ദുർബലതകളെയും കളഞ്ഞ് ആത്മസ്വരൂപത്തില് നമ്മൾക്ക് ഒരു നൈപുണ്യമുള്ള നൈസർഗിക കഴിവുകൾ ഉണർത്തിയെടുത്ത് നമ്മളെ കർമ്മനിരതയാക്കാനാണ് നമ്മൾ പിന്നീട് പ്രഭാതത്തിൽ ക്ഷേത്രാങ്കണത്തിലെത്തുന്നത്. ആ ക്ഷേത്രത്തിൽ പോകുന്ന ആചാരങ്ങളെല്ലാം നമുക്ക് ആചരിച്ച്, കാരണം എൻ്റെ ഉള്ളിൽ പതിക്കേണ്ടതാണ്, എനിക്ക് നിറവ് തരുന്നതാണ്, എന്നെ മഹാനതയിലേക്ക് എത്തിക്കാനുള്ളതാണ്, എൻ്റെതായുള്ള യോഗ്യതകള് പുറത്തേക്ക് കൊണ്ടുവരാനാണ് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു സന്ദേശം നമുക്ക് ഇന്ന് എല്ലാവരിലേക്കും എത്തിക്കാൻ എൻ്റെ മനസ്സാഗ്രഹം. നിങ്ങൾ എല്ലാവരും കേട്ടവരും ആ പ്രാപ്തിയിലേക്ക് എത്തിക്കുവാൻ കുറച്ചു നേരം ആ ഈശ്വര സങ്കല്പത്തിൽ നമുക്കിരിക്കാം. കണ്ണുകൾ അടച്ച് വളരെ ശാന്തസ്വരൂപത്തിലേക്ക് എൻ്റെ സമ്പൂർണമായ സ്വമാനം, ഞാൻ ശാന്തി സ്വരൂപമായ, ശക്തി സ്വരൂപമായ, സത്യസ്വരൂപമായ ചൈതന്യഭാവത്തിൽ സദാ തിളങ്ങുന്നൊരു നക്ഷത്രത്തെ പോലെ ഈ പ്രകൃതിയിലെ, പ്രപഞ്ചത്തിലെ ദിവ്യ നക്ഷത്രമായി, ഈ ഭൂമിയിലെ ദിവ്യ നക്ഷത്രമായി മാറുകയാണ്. ഈ ശരീരത്തെ മുഴുവൻ പ്രഭാവലയത്തിലേക്ക്, എൻ്റെ ഉള്ളിൽ നിന്ന് എത്ര പ്രകാശമാണ് വരുന്നത്, ഈ ശരീരത്തെ മുഴുവൻ ഞാൻ ഒരു പ്രഭാവലയത്തിലേക്ക് കൊണ്ടുപോവാണ്. എൻ്റെ മനസ്സും ബുദ്ധിയും ശുദ്ധമായി അനുനയിപ്പിച്ച് ആ മഹാതത്വത്തിലേക്ക്, ആ പരമേശ്വര തത്വത്തിലേക്ക്, സർവരും ദൈവം എന്ന് പറയുന്ന ആ തത്വത്തിലേക്ക്, മഹാതത്വത്തിലേക്ക്, ആത്മലോകത്തിലെ ആ ബ്രഹ്മാണ്ടത്തിന്റെ നാഥനായിരിക്കുന്ന ആ പരമശക്തിയിലേക്ക് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പോകുകയാണ്. ഞാൻ ഒരു പ്രണയ തുല്യം സ്നേഹത്തോടു കൂടി ഞാൻ പ്രണമിക്കുകയാണ്. ആ സർവേശ്വരന്റെ മുന്നിൽ പ്രണമിച്ച്, ഞാൻ വന്ദിച്ച്, ഞാൻ വളരെ സമർപ്പണ ഭാവത്തോട് കൂടി നിന്ന് ആ സർവേശ്വര ശക്തിയിൽ ഞാൻ കമ്പൈൻഡ് സ്വരൂപത്തിലിരുന്ന് ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും, പഞ്ചതത്വങ്ങൾക്കും, ഓരോ ചരാചരങ്ങൾക്കും, സസ്യജാലങ്ങൾക്കും, എൻ്റെ ഓരോ സഹോദര ആത്മാക്കൾക്കും ഇന്നത്തെ ദിനം സുദിനം, ശുഭദിനം, ദൈവീക ദിനമായി എല്ലാവരും അവരവരുടെ പൂർണ്ണമായ പോസിറ്റീവ് എനർജി, തൻ്റെ ലൈഫ് എനർജിയെ നിറച്ച്, ഈശ്വരനിൽ നിന്ന് നിറച്ച് തൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് കർമ്മകുശലരായിട്ട് പ്രവേശിക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്ക് സങ്കല്പത്തിലൂടെ കൊടുത്ത് ഏതാനും സമയം അതുപോലെ ഇരിക്കൂ. എത്ര നേരം നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയുന്നുവോ അത്രയും നിങ്ങൾ നിപുണരായി ഭവിക്കട്ടെ. ഓം ശാന്തി.